ചില ആൾക്കാരെ ഓൺലൈൻ മീഡിയ പണ്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് കല്യാണം കഴിക്കുകയില്ലേ. അപ്പൊ ആ ഒരു വിഷയത്തും ഒരുപാട് മെന്റൽ ടോർച്ചറിങ് സംഭവിച്ച. പക്ഷെ നമ്മള് ഒരു ലൈഫിൽ എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നാളെ ഒരു ദിവസം കല്യാണം എന്ന് പറഞ്ഞ സംഭവം ഓട്ടോമാറ്റിക് വരുമെങ്കിൽ വരും. പക്ഷെ അപ്പൊ അതിനോട് ആൾക്കാരെ കളിയാക്കുന്നതിനെ പറ്റി നമ്മള് ബോധറാവുന്നില്ല. ഒരുപാട് നാള് ബോധറായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാർ സന്തോഷ് വർഗീ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോലും 40 വയസ്സായിട്ട് പുള്ളിക്ക് ഒരു നല്ലൊരു മാരേജ് പുള്ളി തന്നെ സെറ്റ് ആകുന്നില്ല. അപ്പോ എന്റെ ലൈഫിലും 25 വയസ്സിനിടയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയാം. തെറ്റെന്നല്ല, സമയമാകുമ്പോൾ കല്യാണം കഴിക്കും. കാരണം 21 വയസ്സിന് മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാം. പക്ഷെ അത് എല്ലാവരും നിർബന്ധമായിട്ട് ആ ഒരു പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കെട്ടണമെന്നൊന്നുമില്ലല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇതിനെപ്പറ്റി പറയാം വെച്ചാൽ 18 വയസ്സാകുമ്പോ തന്നെ സ്ത്രീകളെ കെട്ടിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ വിട്ടേക്ക്. പക്ഷെ 21 വയസ്സിന് 30 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവരെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരില്ല? ജോലി ഉണ്ടായിട്ട് പോലും വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കാരണം ഇത് ഞാൻ പറയാൻ ആരാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനും വീടുണ്ടെന്ന് പറഞ്ഞാലും ഒരു ലൈഫ് പാർട്ണർ വേണമെന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമുക്ക് കള്ള് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇപ്പോ കാശ് കൊടുത്തൊരു പെണ്ണിനെ വേണമെങ്കിൽ വളക്കാൻ പറ്റും. പക്ഷെ കാശല്ല വലുത്, സ്നേഹം എന്ന് പറഞ്ഞ സംഭവം കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് പാടാണ്. അപ്പോ സ്നേഹബന്ധം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചാലേ ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടും എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ എന്റെ ലൈഫിൽ ഒരുപാട് പേര് നമ്മളെ ചതിച്ചുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. മലയാളികളായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല. കാരണം ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്, പഞ്ചാബ് വരെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മള് മറുഭാഷയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. കാരണം ഞാൻ ചോദിച്ചോട്ടെ, എന്ത് വിശ്വസിച്ചാണ് ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ കിട്ടാൻ പറ്റുന്നത്? കാരണം ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളു. അപ്പൊ അതില് ഒരു ബെഡ്റൂമില് കുറ്റിയടച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെ അലിൻ ജോസ് പെരേര എന്ന വ്യക്തി എന്ത് ധൈര്യത്തില് ജീവിക്കും? മനസ്സിലായോ? അപ്പോ എന്തായാലും ബർത്ത്ഡേക്ക് പറയേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയേണ്ട കാര്യമാണ്. കാരണം ഇത് ഒരുപാട് പേര് നമ്മുടെ കളിയാക്കിയൊരു കാര്യമാണ്. പക്ഷെ ലൈഫില് അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്തായാലും കല്യാണം പുറത്ത് വന്നിരിക്കും. എന്തായാലും അത് ഇവിടെ വശമായിരിക്കില്ല, ബാംഗ്ലൂര് അല്ലെങ്കിൽ പോണ്ടിച്ചേരി വെച്ചൊക്കെ ആയിരിക്കും കല്യാണം നടക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പോ മാഹിൻ മൂവാറ്റോ വന്നിട്ടുണ്ട്. അപ്പൊ 2 പാട്ട് പുള്ളി പാടും. അഭിലാഷാട്ടെ മാറിയിക്കാം, പുള്ളി പാടട്ടെ. ഞാനും